വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. നമ്മൾ ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും വളരെ ഫേവറേറ്റ് ആയ ഡോമിനാർ 400 2025 വർഷം വരാൻ പോവുകയാണ്. ഡോമിനാറിന് ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ്. വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന ഇമേജ് ഒക്കെ ലീക്കായിട്ടുണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം വൈറലായി നിൽപ്പുണ്ട്. അപ്പോൾ വണ്ടിയിൽ എന്താ മെയിനായിട്ട് വരുന്നത് മാറ്റം നോക്കുകയാണെങ്കിൽ ബജാജിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. മെയിനായിട്ടുള്ള മാറ്റം നോക്കുകയാണെങ്കിൽ കളേഴ്സിലും ഗ്രാഫിക്സിലൊക്കെ മാറ്റം വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു മാറ്റം നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലാണ് നമ്മൾ NS400 കണ്ട ആ സെയിം ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ഇനി നമുക്ക് ഡോമിനാറിലും കാണാൻ പറ്റും. പക്ഷേ അത് വന്നതോടുകൂടി തന്നെ നമ്മുടെ ഡോമിനാറിൻ്റെ ആ ഒരു പഴയ ചെറിയ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, ഫ്യൂലൊക്കെ കാണിക്കുന്ന ആ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. ഇപ്പം ഒറ്റൊരു വലിയ LCD ഡിസ്പ്ലേ വരുന്നത്. LCD ഡിസ്പ്ലേ സൈഡിലായിട്ട് നമ്മൾ NS400 കണ്ട പോലെ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. ബജാജ് ഡോട്ട് മാട്രിക്സ് എന്ന് വിളിക്കുന്ന ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. അതിൽ വേറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, നാവിഗേഷനൊക്കെ അതിൽ കാണിക്കുന്നതാണ്. അപ്പം ആ ഒരു ഡിസ്പ്ലേ ആണ് ഇനി മുതൽ നമുക്ക് ഡോമിനാർ 400 വരാൻ പോകുന്നത്. പിന്നെ നേരത്തെ ആ ഒരു ചെറിയ ഡിസ്പ്ലേ എന്ന ആ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു, അവിടെ ഇപ്പം ഒരു USB ചാർജറാണ് ബജാജ് കൊടുത്തേക്കുന്നത്. പിന്നെ വേറെ വലിയ മാറ്റമൊന്നും ലുക്കിലൊന്നും വരും തോന്നുന്നില്ല. ഇപ്പം അങ്ങനെ ലുക്കിൽ മാറ്റമൊന്നും അപ്ഡേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ലുക്കിലൊക്കെ മാറ്റം വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. പുതിയ കളറുകളും ഗ്രാഫിക്സുകളും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ടെക്നിക്കലായിട്ട് ഒന്ന് മാറ്റം നോക്കുകയാണെങ്കിൽ വണ്ടിയിൽ ഇനി പുതിയ റൈഡ് മോഡുകളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. പുതിയ ആ ഡിസ്പ്ലേ ഒക്കെ വന്നുകൊണ്ട് തന്നെ 3-4 റൈഡ് മോഡുകൾ വണ്ടിയിൽ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി മുതൽ വണ്ടി റൈഡ് ബൈ വയർ ആയിരിക്കും. ഇനി നമുക്ക് ഡോമിനാറും റൈഡ് ബൈ വയറും കിട്ടും. പിന്നെ നോക്കുകയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ വണ്ടിയിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. വേറെ വലിയ മാറ്റങ്ങളൊന്നും വരുമെന്ന് പറയുന്നില്ല. കളറും ഗ്രാഫിക്സും ഇതേപോലെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുള്ളൂ. ബജാജ് ആയതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ പഴയ സെയിം എഞ്ചിൻ തന്നെയാണ്. ആ ഒരു 373 സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിൻ, 40 PS പവർ, 8000 RPM-ലും 35 Nm ടോർക്ക്, 6500 RPM-ലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നോക്കിയാണെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതിൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ വിലയും സ്ലൈറ്റ്ലി കൂടാൻ ചാൻസ് ഉണ്ട്. ഒരുപാടൊന്നും കൊടുത്തില്ല, എങ്കിലും ചെറുതായിട്ട് വില കൂടാനും ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്ന മെയിൻ അപ്ഡേറ്റ് എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് ഡോമിനാർ 400. നല്ലൊരു പ്രൈസിൽ നമുക്ക് നല്ലൊരു വണ്ടി കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ആ ഒരു പുതിയ എഞ്ചിൻ ഇതിൽ വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. നമ്മൾ ഡ്യൂക്ക് 390 കണ്ട അപ്ഡേറ്റ് ചെയ്ത പുതിയ ആ ഒരു 390 എഞ്ചിൻ, അതായത് ആ ഒരു 399cc കപ്പാസിറ്റി വരുന്ന ആ ഒരു പുതിയ എഞ്ചിൻ, അത് ഈ വണ്ടിയിൽ കിട്ടാനായിട്ട് ചാൻസ് വളരെയധികം കുറവാണെന്നാണ് പറയുന്നത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ആ ഒരു പഴയ എഞ്ചിൻ കൊടുക്കാൻ തന്നെയാണ് സാധ്യത. ഉടനെ തന്നെ ഈ പുതിയ അപ്ഡേറ്റ് ചെയ്ത ഡോമിനാർ മാർക്കറ്റിൽ വരുമെന്നാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനി ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.